ഭർത്തൃ വീട്ടിലെ ചില കിടപ്പറ രഹസ്യങ്ങൾ നേരിൽ കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ ഭാര്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ രാമായണം അതിനെ സോൾവ് ചെയ്ത് കോംപ്രമൈസ് ആക്കാമെന്ന് മന്ത്രിയും വിചാരിച്ചു, ഇവിടത്തെ ആഭ്യന്തരമന്ത്രിയും വിചാരിച്ചു. എന്നാൽ അറിയേണ്ട നാട്ടുകാരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി എല്ലാം അറിയുകയും ചെയ്തു. പിന്നെ അത് കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ ഇറങ്ങിയാൽ തന്നെ ജനം ഇതെല്ലാം കണ്ടും കേട്ടും നിൽപ്പുണ്ട്. ഇനി എന്തൊക്കെ തന്നെ കുടുംബ പ്രശ്നമായാലും ആ കുടുംബ പ്രശ്നവുമായുള്ള MLAക്ക് തൽക്കാലം വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മട്ടിൽ തന്നെയാണ് പലരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. മന്ത്രിയുടെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്താലും എന്റെ പത്തനാപുരത്തെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു വിടുമെന്ന്. ആ ഓവർ കോൺഫിഡൻസ് അധിക നാൾ വേണ്ടി വരില്ല മന്ത്രിയെ എന്ന് പറയുകയാണ് പത്തനാപുരത്തെ ജനങ്ങൾ. ഈ നേരിൽ എല്ലാ കാഴ്ചയും നേരിൽ കണ്ട ഭാര്യ അതിന്റെ ഫോട്ടോകളും വീഡിയോകളും എടുക്കുകയും ചെയ്ത സംഭവം അടുത്ത കാലത്തൊന്നും വേറൊരിടത്തും കേട്ടിട്ടില്ല. ഇതിനു മുൻപും ഇതേ സ്ത്രീയുമായി ഭർത്താവ് അവിഹിതം പുലർത്തിയ വിവരങ്ങൾ ഭാര്യ അറിഞ്ഞതിനെ തുടർന്ന് തെളിവടക്കം പ്രതികളെ വീട്ടിലിട്ട് പിടിച്ചുവെന്നുമാണ് ഉള്ളടക്കം. നിയമസഭയിൽ MLAയും മന്ത്രിയുമായി രജത ജൂബിലി പൂർത്തിയാക്കിയ KB ഗണേഷ് കുമാർ ഇനി പത്തനാപുരത്ത് പച്ച തൊടില്ല എന്ന് സാരം. അച്ഛൻ R ബാലകൃഷ്ണപിള്ളയുടെ പഴയ മണ്ഡലമായ കൊട്ടാരക്കരയിൽ പോയി മത്സരിച്ചാലും രക്ഷപ്പെടില്ല. 2021 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം സീറ്റിൽ കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാലയോട് 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഗണേഷ് കുമാർ ജയിച്ചത്. മന്ത്രി ആന്റണി രാജു രാജിവെച്ചതോടുകൂടി ഗതാഗത വകുപ്പിൽ മന്ത്രിയുമായി. പെണ്ണുകേസിൽ പട്ടാപ്പകൽ ഭാര്യ കയ്യോടെ പിടികൂടി ഗണേഷ് കുമാറിന് ഇനി സീറ്റ് നൽകിയാൽ LDF ആകെ നാറിക്കുളമാകും. അവിഹിത പെണ്ണുകേസിൽ ആരോപണ വിധേയനായ മുകേഷിനെ കൊല്ലത്ത് ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ കൊട്ടാരക്കരയിൽ ഗണേഷ് കുമാറിനെ മത്സരിപ്പിക്കാൻ CPMന് ഉളുപ്പുണ്ട്. ഭാര്യയുമായി രമ്യതയിൽ എത്തുന്നില്ല എങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുമെന്ന പിണറായി വിജയന്റെ അന്ത്യശാസ്ത്രത്തിന് പിന്നാലെ കോടികൾ വാരിയെറിഞ്ഞെന്നും ക്ഷമാപണം നടത്തിയെന്നുമാണ് കഥകൾ പ്രചരിക്കുന്നത്. ഭാര്യ ബിന്ദു മേനോനുമായി മാസങ്ങളായി അകന്നു കഴിയുന്ന ഗണേശന് പ്രബുദ്ധതയുള്ള വോട്ടർമാർക്ക് ഇനി സാധ്യതയില്ല. മന്ത്രി ഗണേശന്റെ പത്നിക്ക് വഴിവിട്ട് കരാറും നടപടികൾ ക്രമങ്ങളിൽ വീഴ്ചയെന്നും വിലയിലും സഹായം എന്ന വാർത്തയും ഈ സാഹചര്യത്തിലാണ് നമ്മൾ കൂട്ടിവായിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളായ കേരഫെഡിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാർ, വിജ്ഞാപനമോ താൽപര്യപത്രമോ അടക്കം മത്സര പ്രക്രിയകളൊന്നുമില്ലാതെ മന്ത്രി പത്നിയുടെ കമ്പനിക്ക് നൽകി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ CEO ആയിട്ടുള്ള മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിക്കാണ് ഈ വഴിവിട്ട കരാർ ലഭിച്ചിരിക്കുന്നത്. കേരഫെഡ് വെളിച്ചെണ്ണ ദുബായിലും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും വിൽക്കുന്നതിനാണ് ഇത്. മൊത്ത വ്യാപാര ഏജന്റിന് വെളിച്ചെണ്ണ വിൽക്കുന്നതിന് കരാറ് വിളിക്കേണ്ടതില്ല എന്നാണ് കേരഫെഡിന്റെ വിശദീകരണം. എന്നാൽ മറ്റാരുമായും വിദേശത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് കേരഫെഡ് ഇത്തരത്തിൽ കരാറ് ഉണ്ടാക്കിയിട്ടുമില്ല. മത്സര പ്രക്രിയയല്ലാതെ ഒരു കമ്പനിക്ക് ഇങ്ങനെ കരാർ നൽകുന്നത് ക്രമവിരുദ്ധമാണെന്ന ബന്ധപ്പെട്ട വകുപ്പുകളിൽ വിമർശനം ഉയർന്നിട്ടുമുണ്ട്. മന്ത്രിയുടെ കുടുംബാംഗം നടത്തുന്ന കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയതിലെ അനൌചിത്യത്തെക്കുറിച്ചുള്ള വിശദീകരണമില്ല. 2025 ജനുവരി മാർച്ച് മാസങ്ങളിൽ 6 നവംബർ 20 ടൺ വെളിച്ചെണ്ണയാണ് ഈ ഇടപാടിൽ കയറ്റി അയച്ചത്. മാത്രവുമല്ല, ഗണേഷ് കുമാറിന്റെ കുടപ്പനക്കുന്നിലെ വീടായ ജിന്ദഗി KRI 144A എന്ന വിലാസത്തിലാണ് മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CEO ബിന്ദു മേനോൻ എന്ന വെബ്സൈറ്റിൽ കാണിച്ചിട്ടുമുണ്ട്. കരാർ വിളിച്ചതല്ലെന്നും കമ്പനി താല്പര്യപ്പെട്ട് വന്ന ഈ ചർച്ചയ്ക്കൊടുവിൽ ഒപ്പിടുകയായിരുന്നുവെന്നും മിൽമ ചെയർമാൻ KS മണി പറയുന്നു. മാസം ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം രൂപയുടെ നെയ്യും 5 ലക്ഷം രൂപയുടെ പാൽ ഉൽപ്പന്നങ്ങളും എടുക്കണമെന്നാണ് കരാറ്. കേരഫെഡ് ദുബായിലെ LG FMCG ട്രേഡ് LLC കമ്പനിയും മിഡ്നൈറ്റ് സൺ കമ്പനിയും തമ്മിലുള്ള കരാറിലാണ് വെളിച്ചെണ്ണ വ്യാപാരം. കേരഫെഡിൽ നിന്നും വെളിച്ചെണ്ണ വാങ്ങി ദുബായിലെ കമ്പനിക്ക് നൽകുന്നത് മിഡ്നൈറ്റ് സൺ കമ്പനിയാണ്. 2024 നവംബർ 16 കരാർ ഒപ്പിട്ടത്. സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാമെന്നും കമ്പനി ആവശ്യപ്പെട്ടത് കരാറ് സമയത്ത് കേരഫെഡിൽ തർക്കങ്ങൾക്കിടെയായിരുന്നു. ഉന്നതതല സമ്മർദ്ദത്തിനൊടുവിൽ സാധാരണ മൊത്ത വ്യാപാരികൾക്ക് നൽകുന്ന വിലയിൽ 15% കമ്മീഷൻ കൂടി എടുക്കാമെന്ന് കേരഫെഡ് നിർദ്ദേശം വെച്ചു. അങ്ങനെയാണ് കരാറായത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണങ്ങൾ വിവാദമായതിന് പിന്നാലെ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെയും അത് ആരും കണ്ടില്ല കേട്ടില്ല എന്ന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. എന്നാലും ഈ സംഭവ വികാസത്തിന് പിന്നാലെ തന്നെ സംഭവം ഒത്തുതീർപ്പാക്കിയതിൽ BJP CPM നേതാക്കളുടെ പങ്കുള്ളതായും പറയുന്നുണ്ട്. NSS നേതൃത്വത്തിന്റെ ഇടപെടലും ഇതിന് പിന്നിലുള്ളതായും നായർ കേന്ദ്രങ്ങൾ കഥകൾ പ്രചരിക്കുന്നുണ്ട്.
ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയെ അതിക്രൂരമായി പീഡിപ്പിച്ചതും അവിഹിത സന്തതിയെ ചൊല്ലി മറ്റൊരു സ്ത്രീ കളത്തിലെത്തിയതുമൊക്കെ വേറെ കഥകൾ. ഇത്രയും വലിയ അധിക്ഷേപം ഉണ്ടായപ്പോൾ താൻ 5000 കാമുകിമാരുള്ള കാമദേവനാണെന്നാണ് ഇത്രയേറെ മാനം നഷ്ടപ്പെട്ട മന്ത്രി ഗണേശൻ വീമ്പിളക്കുന്നത്. തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഇത്രയേറെ അധിക്ഷേപിക്കപ്പെട്ട മറ്റൊരു മന്ത്രി വേറെയില്ല. സമാനമായ പീഡനക്കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിന് സീറ്റ് കൊടുത്താൽ മാനം നഷ്ടപ്പെടുന്നത് CPM-നായിരിക്കും. LDF-ലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബിയിലെ ഏക MLA-യും ഏക മന്ത്രിയും ഏക നേതാവുമാണ് ഗണേശൻ. അണികൾ എത്രയെന്ന് ചോദിച്ചാൽ പെട്ടിയോട്ടുകൾ കയറാനുള്ള ആൾബലം എന്നാണ് പരദൂഷകർ പറയുന്നത്. വൈകാരികതയുടെ പുറത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണെന്നും ഗണേഷ് കുമാർ വിളിച്ച മാപ്പ് പറഞ്ഞിരുന്നതെങ്കിൽ താൻ പ്രതികരിക്കില്ലായിരുന്നുവെന്നും ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗണേശൻ സഹോദരിയെ തന്നെ വിളിച്ചതായും ബിന്ദു മേനോൻ വെളിപ്പെടുത്തി. മന്ത്രി ക്ഷമാപണം നടത്തിയെന്നും തനിക്ക് പരാതിയില്ലെന്നുമാണ് ബിന്ദു മേനോൻ പറയുന്നത്. ഇപ്പോൾ വിവാദ സംഭവങ്ങളിൽ മന്ത്രി KB ഗണേഷ് കുമാർ മാപ്പ് പറയുകയും പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതായും ഭാര്യ ബിന്ദു മേനോൻ പറയുന്നതിന് പിന്നിൽ മറ്റുള്ളവരുടെ ഇടപെടലുണ്ട്. എന്നാൽ ഈ തിരക്കഥകൾക്കൊക്കെ പിന്നിൽ പിണറായി വിജയനും AK സെന്ററും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. സദാചാരന്റെ സ്തുതിപാഠകരും പീഡിതരുടെ രക്ഷകരുമായ PK ശ്രീമതി, KK ശൈലജ, P സതീദേവി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മഹിളാ രത്നങ്ങൾ ഒന്നും തന്നെ ഗണേശൻ നടത്തിയ വ്യഭിചാരത്തെക്കുറിച്ചോ ഭാര്യ എടുത്ത വീഡിയോയെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടുന്നില്ല. മാത്രമല്ല മന്ത്രി ബിന്ദു ചോദിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, വേറെ വാർത്തകളൊന്നും ഇല്ലേ എന്നാണ്. എന്തായാലും അടുത്ത ഇലക്ഷനിൽ കൊല്ലം ജില്ലയിലെ CPM-ന്റെ ഈ വേരിളക്കാൻ പോകുന്നത് MLA-മാരുടെ പെണ്ണുകേസുകളായിരിക്കും. മന്ത്രിയെ വാടകത്തുള്ള വീട്ടിൽ അനുചിതമായ സാഹചര്യത്തിൽ കണ്ട സംഭവം പോലീസ് ഹെൽപ്പ് ലൈനിന്റെ സഹായത്തോടുകൂടി ബിന്ദു നേരിട്ട വിവരം ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്.